തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട കേസിൽ ദുരൂഹമായി പ്രവർത്തിച്ച ബിജെപിയുടെ വിവാദ തിരഞ്ഞെടുപ്പ് ഏജൻസിയെ തൊടാതെ പ്രത്യേക അന്വേഷണ സംഘം. പൂരം ദിവസം അർദ്ധരാത്രി എൻഡിഎ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത പൂരവേദിയിലേക്ക് പ്രത്യേക ആംബുലൻസിലെത്തിയത് തിരഞ്ഞെടുപ്പ് ഏജൻസിയായ വരാഹി അനലിറ്റിക്സിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നെന്നാണ് ആരോപണം. ഇത് ശരിവെക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു. എന്നാൽ ഇതു സംബന്ധിച്ച ഒരു അന്വേഷണവും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ ഇല്ലെന്നാണ് സൂചന. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാർ തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ട് സർക്കാർ നേരത്തെ തള്ളിയിരുന്നു. ADGPയും സംഘപരിവാർ നേതൃത്വവും തമ്മിലുള്ള ബന്ധം സംബന്ധിച്ച തെളിവുകൾ പുറത്തുവന്നതിനെ തുടർന്നാണ് DGPക്ക് അജിത് കുമാർ സമർപ്പിച്ച റിപ്പോർട്ട് സർക്കാർ തള്ളിയത്. തുടർന്ന് ക്രൈംബ്രാഞ്ച് മേധാവി H. വെങ്കിടേഷിന്റെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കുകയായിരുന്നു. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. തിരുവമ്പാടി ദേവസ്വം ബോർഡ് ഭാരവാഹികൾ, പാറമേക്കാവ് ദേവസ്വം പ്രതിനിധികൾ എന്നിവരിൽ നിന്ന് മൊഴിയെടുക്കുക മാത്രമാണ് ചെയ്തത്. പോലീസ് അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കാണ് പൂരം അലങ്കോലമാക്കിയതിൽ പങ്കെന്നായിരുന്നു ദേവസ്വങ്ങളുടെ നിലപാട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പൂരം നടന്ന ദിവസം സ്വരാജ് റൗണ്ടിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസ്, ഫയർഫോഴ്സ്, മെഡിക്കൽ സംഘം എന്നിവരിൽ നിന്നെല്ലാം മൊഴിയെടുത്തു. BJP സംഘപരിവാർ കേന്ദ്രങ്ങളിലേക്ക് എത്താതെയാണ് പ്രത്യേക അന്വേഷണവും. സുരേഷ് ഗോപി ആംബുലൻസിൽ എത്തിയതിനെതിരെ അഭിഭാഷകൻ K. സന്തോഷ് കുമാർ പരാതി നൽകിയിരുന്നു. ഇതുപോലും പ്രത്യേക അന്വേഷണ സംഘം മുഖവിലക്കെടുത്തിട്ടില്ല. തൃശൂരിലെ LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാറിനെയും സംഘം സമീപിച്ചിട്ടില്ല. BJPക്ക് രാജ്യത്താകെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്ന സ്ട്രാറ്റജിക്കൽ ഏജൻസിയാണ് വരാഹി അനലിറ്റിക്സ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ചില മണ്ഡലങ്ങളിൽ BJPക്ക് വേണ്ടി ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുകയും തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുകയും ചെയ്തത് ഇവരായിരുന്നുവെന്ന് വാർത്ത പുറത്തു വന്നിരുന്നു. വരാഹിയുടെ കേരളത്തിന്റെ ചുമതലയുള്ളയാൾക്ക് ഒപ്പമായിരുന്നു സുരേഷ് ഗോപി പൂരം വേദിയിലേക്ക് എത്തിയത്. ഇതിനുശേഷമാണ് പൂരം നിർത്തിവെച്ച് പിന്മാറുന്നതായി മുഖ്യ സംഘാടകരിലൊന്നായ തിരുവമ്പാടി പ്രഖ്യാപിക്കുന്നത്. ഇത് സംബന്ധിച്ച ഒരു അന്വേഷണവും നിലവിൽ പരിഗണനയിലില്ലെന്ന് അന്വേഷണ സംഘത്തിൽപ്പെട്ട ചില ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട്. H. വെങ്കിടേഷിന്റെ നേതൃത്വത്തിൽ തൃശൂർ റേഞ്ച് DIG തോംസൺ ജോസ്, കൊല്ലം റൂറൽ SP സാബു മാത്യു, കൊച്ചി ACP P. രാജ്കുമാർ, വിജിലൻസ് DYSP ബിജു V. നായർ, ഇൻസ്പെക്ടർമാരായ ചിത്തരഞ്ജൻ R. ജയകുമാർ എന്നിവരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ളത്. അതേസമയം പൂരം അലങ്കോലമാക്കിയ സംഭവത്തിൽ ത്രിതല അന്വേഷണം വരുന്നെന്ന് പ്രഖ്യാപിച്ചതല്ലാതെ ഒരു അന്വേഷണവും നടക്കുന്നില്ലെന്ന് CPI നേതാവും തൃശൂരിലെ LDF സ്ഥാനാർത്ഥിയുമായിരുന്ന VS സുനിൽകുമാർ പറഞ്ഞിരുന്നു. പേരിനു പോലും ഒരു അന്വേഷണം നടക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഉദ്യോഗസ്ഥനും തന്നെ സമീപിച്ചിട്ടില്ല. മൊഴിയും തെളിവുകളും നൽകാൻ തയ്യാറാണെന്ന് പലതവണ പറഞ്ഞിട്ടും അന്വേഷണ സംഘം കേട്ടമട്ടില്ല. തെളിവെടുപ്പിന് പോലും അവർ തയ്യാറല്ല. തണുപ്പൻ സമീപനമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റേത്. രാഷ്ട്രീയ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ അന്വേഷണ സംഘത്തിന് താല്പര്യമില്ലെന്ന് തോന്നുന്നു. ശരിയായ ദിശയിൽ ഒരു അന്വേഷണം വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്.